ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ്സിന്റെ മാത്സ് വോളിയം എന്ന പാഠഭാഗത്തെ ബാക്കി ആക്ടിവിറ്റീസും എക്സ്പ്ലനേഷനും നമുക്ക് നോക്കാം. വോളിയം കാൽക്കുലേഷൻ. സീ ദിസ് റെക്ടാങ്കുലർ ബ്ലോക്ക്. വ്യാപ്ത കണക്ക്. ഈ ചതുരക്കെട്ട് നോക്കൂ മക്കൾ, ഈ ചതുരക്കെട്ട് നോക്കിയേ. ഇതിന്റെ വ്യാപ്തം നമുക്ക് എങ്ങനെ കണക്കാക്കാം? അതിന് നീളവും വീതിയും ഉയരവും 1 സെന്റിമീറ്റർ ആയ സമചതുര കട്ടകൾ ചേർത്ത് വെച്ചുണ്ടാക്കിയ ഒരു ചതുരക്കട്ടയാണിതല്ലേ. ഇതിൽ 15 ചെറു സമചതുര കട്ടകളുണ്ട്. അപ്പോൾ ചതുരക്കട്ടയുടെ വ്യാപ്തം എത്രയായിരിക്കും? 15 ക്യൂബിക് സെന്റിമീറ്റർ. ഓക്കെ, 15 ക്യൂബിക് centimeters. So its volume is 15 cubic centimeter. What about this block? This can be made by stacking one over another the two blocks seen first. So to make it, how many cubes of side 1 centimeter do you need? Thus the volume of this block is 13 cubic centimeter. എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ചിത്രം നോക്കിയ മക്കളെ, ഇവിടെ 2 ചതുരക്കട്ടകൾ ഒന്നിനുമേൽ ഒന്നായി ചേർത്ത് വെച്ചുകൊണ്ടുണ്ടാക്കിയ ചതുരക്കട്ടയാണെന്ന് നമുക്ക് കാണാം അല്ലേ. അതായത് ഒന്നിനുമേൽ ഒന്നായിട്ട്. അപ്പോൾ ഈ സമചതുരക്കട്ട ഉണ്ടാക്കാൻ 1 സെന്റിമീറ്റർ നീളവും വീതിയും ഉയരവുമുള്ള 30 സമചതുര കട്ടകൾ വേണമെന്ന് കാണാം അല്ലെ. അതായത് ഈ ചതുരക്കട്ടയുടെ വ്യാപ്തം 30 ക്യൂബിക് സെന്റിമീറ്റർ. അപ്പൊ ഇത് മനസ്സിലായോ? Next, like this, calculate the volume of each of rectangular blocks shown below and write it beside each. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതേപോലെ ചുവടെയുള്ള കട്ടകളുടെ വ്യാപ്തം കണക്കാക്കി ഓരോന്നിന്റെയും താഴെ എഴുതുക. നമുക്ക് ഫസ്റ്റത്തെ നോക്കാം. ഇതാണ് ഫസ്റ്റത്തെ. ഇതിന്റെ വോളിയം എത്രയായിരിക്കും മക്കളെ? 7 into 4 into 4 7 into 4 into 1 അല്ലേ? എത്രയായിരിക്കും? 28 ക്യൂബിക് സെന്റിമീറ്റർ അല്ലേ. നെക്സ്റ്റ് നോക്കിയേ. ഇതിന്റെ എത്രയായിരിക്കും? വോളിയം 6 into 3 into 3 അല്ലേ. 6 into 3 into 3 എത്രയായിരിക്കും? 54 ക്യൂബിക് സെന്റിമീറ്റർ അല്ലേ. ഇതിൻ്റെത് 54 ക്യൂബിക് സെന്റിമീറ്റർ. ഇതിൻ്റെത് 28 ക്യൂബിക് സെന്റിമീറ്റർ. അടുത്തത് നമുക്ക് നോക്കാം. അടുത്തത് എന്തായിരിക്കും മക്കളെ? ഇതിന്റെ വോളിയം എത്രയായിരിക്കും? 5 into 5 into 5 അല്ലേ. അപ്പൊ എത്രയായിരിക്കും? 125 ക്യൂബിക് സെന്റിമീറ്റർ. നെക്സ്റ്റ് നോക്കിയ മക്കളെ, എത്രയായിരിക്കും വോളിയം? എത്രയായിരിക്കും? 5 into 4 അല്ലേ. അപ്പൊ എത്രയായിരിക്കും? 25 into 4 ഈക്വൽ ടു 100 ക്യൂബിക് സെന്റിമീറ്റർ. ഇവിടെ എഴുതാം 100 ക്യൂബിക് സെന്റിമീറ്റർ. ഇതിൻ്റെത് 125 ക്യൂബിക് സെന്റിമീറ്റർ. ഓക്കെ, മക്കൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The volume of a rectangular block is the product of its length, width and height. എന്താ പറഞ്ഞിരിക്കുന്നത്? ചതുരക്കട്ടയുടെ വ്യാപ്തം അതിന്റെ നീളം, വീതി, ഉയരം എന്നിവയുടെ ഗുണനഫലമാണ് അല്ലേ. അപ്പൊ അതങ്ങനെ ആയിരിക്കും എഴുതുക. നമുക്കത് നോക്കാം. വോളിയം ഓഫ് എ rectangular
block. Volume of a rectangular block is equal to length into width into height. Okay, മക്കൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. Next question. The length, width and height of a brick are 21 cm, 50 cm and 7 cm. What is its volume? എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ഇഷ്ടികക്ക് 21 സെന്റിമീറ്റർ നീളവും 15 സെന്റിമീറ്റർ വീതിയും 7 സെന്റിമീറ്റർ ഉയരവുമുണ്ട്. ഇതിന്റെ വ്യാപ്തം എത്രയാണ്? അപ്പൊ എത്രയായിരിക്കും മക്കളെ? നമുക്കത് ചെയ്ത് നോക്കാം. ഫസ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഫസ്റ്റ് ഇഷ്ടികയുടെ നീളം അല്ലെ, എത്രയാണ് ലെങ്ത് സീക്വൽ ടു എത്രയായിരിക്കും? ലെങ്ത് 21 സെന്റിമീറ്റർ അല്ലെ, 21 സെന്റിമീറ്റർ. അടുത്തത് എന്താ മക്കളെ? അടുത്തത് വീതി അല്ലെ, വീതി എത്രയായിരിക്കും? വിഡ്ത്ത് എത്രയാണ്? വിഡ്ത്ത് 15 സെന്റിമീറ്റർ അല്ലെ. അടുത്തത് ഹൈറ്റ് എത്രയായിരിക്കും? ഹൈറ്റ് 7 സെന്റിമീറ്റർ. ഇനി വോളിയം ഓഫ് എ ബ്രിക്ക് അല്ലേ, വോളിയം ഇഷ്ടികയുടെ വ്യാപ്തം നമുക്കത് നോക്കാം. വോളിയം ഓഫ് ദ ബ്രിക്ക് എത്രയായിരിക്കും? ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് അല്ലേ. അപ്പൊ എത്ര? 21 ഇൻറ്റു 15 ഇൻറ്റു 7 എത്രയായിരിക്കും? 2205 ക്യൂബിക് സെന്റിമീറ്റർ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. An iron cube is of side 8 cm. What is its volume? 1 cubic centimeters of iron weight 8 grams. What is the weight of this cube? എന്താ പറഞ്ഞിരിക്കുന്നത്? ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു സമചതുര കട്ടയുടെ ഒരു വശത്തിന്റെ നീളം 7 സെന്റിമീറ്റർ ആണ്. ഇതിന്റെ വ്യാപ്തം എത്രയാണ്? ഒരു ഘന സെന്റിമീറ്റർ ഇരുമ്പിന്റെ ഭാരം 8 ഗ്രാം ആണ്. ഈ കട്ടയുടെ ഭാരം എത്രയാണ്? അപ്പൊ നമുക്കിത് ചെയ്ത് നോക്കാം മക്കളെ. അതെന്താണ്? രണ്ടാമത്തെ all sides of the cube are equal അല്ലെ. സമചതുര കട്ടയുടെ എല്ലാ വശങ്ങളും തുല്യമാണ്. അടുത്തത് വോളിയം എത്രയാണ്? 8 ഇൻറ്റു 8 ഇൻറ്റു 8 എത്രയാണ്? 512 ക്യൂബിക് സെന്റിമീറ്റർ അല്ലേ. അടുത്തത് വെയിറ്റ് ഓഫ് 1 ക്യൂബിക് സെന്റിമീറ്റർ ഓഫ് അയൺ എത്രയാണ്? 8 ഗ്രാം അല്ലേ. അടുത്തതോ? ഇത് ഒരു ഘന സെന്റിമീറ്റർ ഇരുമ്പിന്റെ ഭാരം 8 ഗ്രാം അല്ലേ. അടുത്തത് the total weight of the cube. സമചതുര കട്ടയുടെ ആകെ ഭാരം അല്ലേ. 512 ഇൻറ്റു 8 ഈക്വൽ ടു എത്രയാണ്? 4096 ഗ്രാംസ്. ഓക്കെ, മക്കൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ ടോട്ടൽ വെയിറ്റ് ഓഫ് ദ ക്യൂബ് 5096 gram. Okay. Next, volume and length. വ്യാപ്തവും നീളവും. A wooden block of length 9 cm and width 4 cm has a volume of 180 cubic centimeter. What is its height? ഒരു മരക്കട്ടയ്ക്ക്
9 സെന്റിമീറ്റർ നീളവും 4 സെന്റിമീറ്റർ വീതിയുമുണ്ട്. ഇതിന്റെ വ്യാപ്തം 150 ഘന സെന്റിമീറ്റർ. ഉയരം എത്രയാണ്? എത്രയായിരിക്കും മക്കളെ? നമുക്കത് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഇതിന്റെ വോളിയം ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ലെങ്ത്, വിഡ്ത് ആൻഡ് ഹൈറ്റ്. നീളവും വീതിയും ഉയരവും ഗുണിച്ചതാണ് മരക്കട്ടയുടെ വ്യാപ്തം അല്ലേ? അപ്പൊ ലെങ്ത് നമുക്ക് നോക്കാം. ഇതിന്റെ ലെങ്ത് എത്രയാണ്? ലെങ്ത് ഈസ് ഈക്വൽ ടു 9 സെന്റിമീറ്റർ. width is equal to 4 centimeter. Okay, അപ്പൊ എത്രയാ? the volume of the block is equal to 118 cubic centimeter. Okay, ഇത് മനസ്സിലായില്ലേ? നെക്സ്റ്റ് എന്താ? നെക്സ്റ്റ് length into width into height is equal to the volume. Okay, 9 into 4 into height is equal to 180 into 36 into height അല്ലേ? എത്രയായിരിക്കും? 180. അപ്പൊ നമുക്കിനി ഹൈറ്റ് കാണാം. ഉയരാന്ന് കണ്ടുപിടിക്കണ്ട്. കണ്ടുപിടിക്കാം. 150 by 36 എത്രയാ മക്കളെ? 5 സെന്റിമീറ്റർ അല്ലേ? ഉയരം 5 സെന്റിമീറ്റർ. ഓക്കെ, മക്കൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഏരിയ ആൻഡ് വോളിയം. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ റെക്ടാംഗിൾ ഓഫ് ലെങ്ത് 8 സെന്റിമീറ്റർ ആൻഡ് വിഡ്ത് 2 സെന്റിമീറ്റർ? വാട്ട് അബൌട്ട് ദ വോളിയം ഓഫ് a rectangular block of length 8 cm, width 2 cm and height 1 cm? എന്താ പറഞ്ഞിരിക്കുന്നത്? 8 സെന്റിമീറ്റർ നീളവും 2 സെന്റിമീറ്റർ വീതിയുമുള്ള ചതുരത്തിന്റെ ഏരിയ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എത്രയായിരിക്കും മക്കളെ? ചതുരത്തിന്റെ ഏരിയ is equal to ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് അല്ലേ? അപ്പൊ എത്രയായിരിക്കും? 8 into 2 is equal to 60 സ്ക്വയർ സെന്റിമീറ്റർ അല്ലേ? സ്ക്വയർ സെന്റിമീറ്റർ, ചതുരശ്ര സെന്റിമീറ്റർ. നെക്സ്റ്റ് 7 സെന്റിമീറ്റർ നീളവും 2 സെന്റിമീറ്റർ വീതിയും 1 സെന്റിമീറ്റർ ഉയരമുള്ള ചതുരക്കട്ടയുടെ വ്യാപ്തം എത്രയായിരിക്കും? 8 സെന്റിമീറ്റർ നീളവും 2 സെന്റിമീറ്റർ വീതിയും 1 സെന്റിമീറ്റർ ഉയരമുള്ള ചതുരക്കട്ടയുടെ വ്യാപ്തം is equal to 8 into 2 into 1 is equal to 16 cubic centimeter. Okay, 16 cubic centimeter. ഇവിടെ ചതുരത്തിന്റെയും ചതുരക്കട്ടയുടെയും നീളവും വീതിയും തുല്യമാണ്. കൂടാതെ ചതുരക്കട്ടയുടെ ഉയരം 1 സെന്റിമീറ്ററുമാണ്. അതിനാൽ ചതുരത്തിന്റെ ഏരിയയും ചതുരത്തിന്റെ വ്യാപ്തവും തുല്യമാണ്. ഓക്കെ, മക്കൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ടേബിൾ ആണ്. ദ ടേബിൾ ഷോസ് ദ മെഷർമെന്റ് ഓഫ് സം റെക്ടാങ്കുലർ ബ്ലോക്സ്. കാൽക്കുലേറ്റ് ദ മിസ്സിംഗ് മെഷേഴ്സ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഏതാനും ചതുരക്കട്ടയുടെ അളവുകളാണ് പട്ടികയിൽ കൊടുത്തിരിക്കുന്നത്. എഴുതിയിട്ടില്ലാത്ത അളവുകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് നോക്കിയ മക്കളെ, ഫസ്റ്റ് ലെങ്ത്, വിഡ്ത്ത്, ഹൈറ്റ്, വോളിയം അല്ലേ? ലെങ്ത് 3 സെന്റിമീറ്റർ, വിഡ്ത്ത് 8 സെന്റിമീറ്റർ, ഹൈറ്റ് 7 സെന്റിമീറ്റർ. അപ്പൊ വോളിയം എത്രയായിരിക്കും? അവിടെ വോളിയം തന്നിട്ടില്ല, നമുക്കത് ചെയ്ത് നോക്കാം. ഫസ്റ്റത്തെ വോളിയം ഇസ് ഈക്വൽ ടു എത്രയാണ്? 3 into 8 into 7 അല്ലേ? 3 into 8 into 7 എത്രയായിരിക്കും? 168 ക്യൂബിക് സെന്റിമീറ്റർ. ഓക്കെ, മക്കൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്ന ഒരു എ നീളം. നമുക്ക് അടുത്തത് ബി. അതിന്റെ ബി എന്നാണ്? ലെങ്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട് 6 സെന്റിമീറ്റർ, വിഡ്ത്ത് 4 സെന്റിമീറ്റർ, ഹൈറ്റ് 5 സെന്റിമീറ്റർ. ഇവിടെ വോളിയം കൊടുത്തിട്ടല്ലേ? അടുത്തത് നമുക്കത് ചെയ്ത് നോക്കാം. വോളിയം
വോളിയം എത്രയാണ്? 6 × 4 × 5 എത്രയാ മക്കളെ? 120 ക്യൂബിക് സെന്റിമീറ്റർ അല്ലേ? അടുത്തത് നോക്കിയേ. അടുത്തത് എന്താ? ലെങ്ത് 6 സെന്റിമീറ്റർ, വിഡ്ത്ത് 4 സെന്റിമീറ്റർ. ഇവിടെ ഹൈറ്റ് കൊടുത്തിട്ടല്ല അല്ലേ? വോളിയം 48 ക്യൂബിക് സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് അങ്ങനെ ആയിരിക്കും ഹൈറ്റ് കിട്ടലേ? നമുക്ക് ചെയ്ത് നോക്കാം. ഹൈറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെയായിരിക്കും? ഇവിടെ വോളിയം തന്നിട്ടുണ്ടല്ലേ? വോളിയം എത്രയാണ്? 48 ബൈ എത്രയാണ്? ഇവരെങ്ങനെയാണ്? ലെങ്ത് 6 സെന്റിമീറ്ററും വിഡ്ത്ത് 4 സെന്റിമീറ്റർ അല്ലേ? 6 × 4 അപ്പൊ എത്രയായിരിക്കും ആൻസർ? 2 സെന്റിമീറ്റർ. ഇതിന്റെ ഹൈറ്റ് ഇവിടെ 2 സെന്റിമീറ്ററിന് എഴുതി കൊടുക്കുക. 2 സെന്റിമീറ്റർ. നെക്സ്റ്റ് നോക്കിയേ. ലെങ്ത് 8 സെന്റിമീറ്റർ, വിഡ്ത്ത് തന്നിട്ടില്ല, ഹൈറ്റ് 2 സെന്റിമീറ്റർ, വോളിയം 48 സെന്റിമീറ്റർ. അപ്പൊ അതങ്ങനെ നമ്മൾ ചെയ്യില്ലേ? അതിന്റെ വിഡ്ത്ത് ഈസ് ഈക്വൽ ടു നമ്മൾ നേരത്തെ അതേ ചെയ്തിട്ട് അതേപോലെ തന്നെ 48/8 × 2 ഈസ് ഈക്വൽ ടു 3 സെന്റിമീറ്റർ. അതിന്റെ വിഡ്ത്ത് 3 സെന്റിമീറ്റർ ആണ്. ഇവിടെ എഴുതി കൊടുക്കുക. നെക്സ്റ്റ് എത്രയാണ്? അവിടെ ലെങ്ത് തന്നിട്ടില്ല അല്ലേ? വിഡ്ത്ത് 2 സെന്റിമീറ്റർ, ഹൈറ്റ് 2 സെന്റിമീറ്റർ, വോളിയം 48 ക്യൂബിക് സെന്റിമീറ്റർ. അപ്പൊ അതങ്ങനെ ചെയ്യാം. ലെങ്ത് ഈസ് ഈക്വൽ ടു എത്രയാണ്? 48/2 × 2 എത്രയായിരിക്കും? 12 സെന്റിമീറ്റർ അല്ലേ? അടുത്തതും ലെങ്ത് തന്നെയാണ് അല്ലേ? ലെങ്ത് ഇല്ല ഇവിടെ. 12 സെന്റിമീറ്റർ എന്ന് എഴുതുക. അടുത്തത് ലെങ്ത്. ഇവിടെ ലെങ്ത് ഇല്ല. വിഡ്ത്ത് 2 സെന്റിമീറ്റർ, ഹൈറ്റ് 4 സെന്റിമീറ്റർ, വോളിയം 18 സെന്റിമീറ്റർ ക്യൂബിക് സെന്റിമീറ്റർ. അപ്പൊ എന്തായിരിക്കും? ലെങ്ത് ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും? 18/2 × 4 അല്ലേ? എത്രയാണ്? 10 സെന്റിമീറ്റർ. ഇവിടെ 10 സെന്റിമീറ്റർ എന്ന് എഴുതുക. അടുത്തത് നോക്കിയേ. ലെങ്ത് 40 സെന്റിമീറ്റർ, വിഡ്ത്ത് ഇവിടെ തന്നിട്ടില്ല, ഹൈറ്റ് 5 സെന്റിമീറ്റർ, വോളിയം 210 ക്യൂബിക് സെന്റിമീറ്റർ. അപ്പൊ അവിടെ എന്താ വരിക? വിഡ്ത്ത് ഈസ് ഈക്വൽ ടു 210/14 × 4 അല്ലേ? അല്ല 5. 14 × 5 അല്ലേ? 14 × 5. ഇവിടെ 5 വരും. എൻ്റെ ആൻസർ 3 സെന്റിമീറ്റർ. മക്കൾക്ക് ഇത് മനസ്സിലായോ? ഇപ്പൊ പറഞ്ഞതെല്ലാം ഇവിടെ വരുന്നത് വോളിയം 168 120. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് ഈ പട്ടിക പൂർത്തിയാക്കുക. നെക്സ്റ്റ് ന്യൂ ഷേപ്സ്, പുതിയ രൂപങ്ങൾ. നെക്സ്റ്റ്, ഹൗ മെനി ക്യൂബ്സ് ആർ ദർ അറ്റ് ദ വെരി ബോട്ടം? ഏറ്റവും ചുവട്ടിൽ എത്ര സമചതുര കട്ടകളുണ്ട്? എത്രയായിരിക്കും? 81 അല്ലേ? 9 × 9 × 1. നെക്സ്റ്റ്, ഹൗ മെനി ക്യൂബ്സ് ആർ ദർ ഇൻ ദ സ്റ്റെപ്പ് ജസ്റ്റ് അബവ് ഇറ്റ്? തൊട്ടു മുകളിലെ പടിയിലോ എത്രയായിരിക്കും മക്കളെ? 9 × 7 × 1 അല്ലേ? 63. Next, thus we can count the number of cubes in each step. How many cubes in all? എത്രയായിരിക്കും മക്കളെ? ടോട്ടൽ നമ്പർ ഓഫ് ക്യൂബ്സ് അല്ലേ? എത്രയായിരിക്കും? 81 plus 63 plus 45 plus
27. ഈ 45 എങ്ങനെ കിട്ടിയെന്ന് അറിയാം? ഈ 45 കിട്ടിയത് third step from the bottom. How many cubes are there on the third step from the bottom? അത് 9 into 5 into 1, 45. അടുത്തത് ഏറ്റവും മുകളിലെ പടിയിലെ അവിടെ എത്ര സമചതുര കട്ടകളുണ്ട്? ഹൗ മെനി ക്യൂബ്സ് ആർ ദർ ഓൺ ദ ടോപ്പ് മോസ്റ്റ് സ്റ്റെപ്പ്? അത് 9 into 3 into 1, 27. ഓക്കെ, മക്കൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ ആൻസർ വരുന്നത് 216, 216. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദ സ്റ്റെയർ? വോളിയം ഓഫ് ദ പടിക്കെട്ടിന്റെ വ്യാപ്തം എത്രയാണ്? എത്രയാണ് മക്കളെ? പടിക്കെട്ടിന്റെ വ്യാപ്തം 216 ഘന സ്ക്വയർ സെന്റിമീറ്റർ. ഘന സെന്റിമീറ്റർ 216 ഘന സെന്റിമീറ്റർ, 260 സ്ക്വയർ സെന്റിമീറ്റർ. നെക്സ്റ്റ്, now look at the figure. ഈ പിക്ചർ നോക്കി മക്കളെ. It's made by striking square blocks. The bottom blocks is of side 9 cm. As we move up, the sides decrease by 2 cm at each step. All blocks are of height 1 cm. What is the volume of this figure? Just calculate the volume of each square block and add try it. എന്താ പറഞ്ഞിരിക്കുന്നത്? ഏറ്റവും ചുവടെയുള്ള പലകയുടെ ഒരു വശത്തിന്റെ നീളം 9 സെന്റിമീറ്റർ ആണ്. മുകളിലേക്ക് വരുന്തോറും പലകയുടെ വശത്തിന്റെ നീളം 2 സെന്റിമീറ്റർ വീതം കുറയുന്നു. എല്ലാ പലകകളുടെയും ഉയരം 1 സെന്റിമീറ്റർ ആണ്. ഈ രൂപത്തിന്റെ വ്യാപ്തം കണ്ടുപിടിക്കാമോ? അപ്പൊ എങ്ങനെ മക്കൾ ഇത് കണ്ടുപിടിക്കുക? ഇവിടെ ഈ രൂപത്തിന്റെ വ്യാപ്തം കണ്ടുപിടിക്കാൻ ഓരോ പലകയുടെയും വ്യാപ്തം കണക്കാക്കി അത് കൂട്ടിയാൽ മതി അല്ലേ? ഏറ്റവും താഴത്തെ പലകയുടെ വ്യാപ്തം എത്രയായിരിക്കും? അത് നമുക്ക് നോക്കാം. 9 into 9 into 1 അല്ലേ? അത് 81 ക്യൂബിക് സെന്റിമീറ്റർ അല്ലേ? അടുത്തത് അതിന് മുകളിലുള്ള പലകയുടെ വ്യാപ്തം എത്രയായിരിക്കും? 7 into 7 into 1 അല്ലേ? അപ്പൊ എത്രയായിരിക്കും? 49 ക്യൂബിക് സെന്റിമീറ്റർ. അടുത്തത് നോക്കി മക്കളെ. അടുത്തത് അതിന് മുകളിലുള്ള പലകയുടെ എത്രയായിരിക്കും? 5 into 5 into 1 is equal to 25. അടുത്തത് നോക്കിയ മക്കളെ. അടുത്തത് എന്തായിരിക്കും? അടുത്തത് 3 into 3 into 1 എത്രയായിരിക്കും? 9 അല്ലേ? അടുത്തത് നോക്കിയേ. 1 into 1 into 1. ഇതിന്റെ ടോട്ടൽ വോളിയം 81 പ്ലസ് 49 plus 25 plus 9 plus 1 is equal to 165 cubic centimeter. അപ്പൊ ഇത് മക്കൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ വോളിയം ഓഫ് എ റെക്ടാങ്കുലർ ബ്ലോക്ക് ഓഫ് ലെങ്ത് 4 cm, width 3 cm and height 1 cm? If the length, width and height are doubled, what happens to the volume? എന്താ പറഞ്ഞിരിക്കുന്നത്? വ്യാപ്തം എത്രയാണെന്നാ ചോദിച്ചിരിക്കുന്നത്. 4 സെന്റിമീറ്റർ നീളവും 3 സെന്റിമീറ്റർ വീതിയും 1 സെന്റിമീറ്റർ ഉയരവുമുള്ള ഒരു ചതുരക്കട്ടയുടെ വ്യാപ്തം എത്രയായിരിക്കും? എങ്ങനെയായിരിക്കും മക്കളെ ചെയ്യുക? വോളിയം ഓഫ് ദ rectangular block of length 4 cm, width 3 cm and height 1 cm. 4 സെന്റിമീറ്റർ നീളവും 3 സെന്റിമീറ്റർ വീതിയും 1 സെന്റിമീറ്റർ ഉയരമുള്ള ചതുരക്കട്ടയുടെ വ്യാപ്തം 4 into 3 into 1 is equal to 12 ക്യൂബിക് സെന്റിമീറ്റർ. ഇനി ഇതിന്റെ നീളവും വീതിയും ഉയരവും ഇരട്ടിച്ചാൽ വ്യാപ്തം എത്ര മടങ്ങാവും? എത്രയായിരിക്കും മക്കളെ? നീളവും വീതിയും ഉയരവും ഇരട്ടിച്ചാൽ അവ യഥാക്രമം 8 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ, 2 സെന്റിമീറ്റർ ആകും അല്ലേ? ഇനി ഇതിന്റെ വോളിയം, ഇറ്റ്സ് വോളിയം ഈക്വൽ ടു 8 into 6 into 2 എത്രയായിരിക്കും?
96 cubic centimeter. ഇനി 12 into 8 into 96. The volume becomes 8 times the first. 12 into 8 96. ഇതിൻ്റെ വ്യാപ്തം 8 മടങ്ങാവും. അപ്പോൾ മക്കൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഈ പാഠഭാഗത്തിൻ്റെ ബാക്കി ആക്ടിവിറ്റീസ് വേറൊരു വീഡിയോയിൽ ഇരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ലൈക്കും തരുക മക്കൾ.